ഹലോ, എല്ലാവർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോയിൽ ഒരുപാട് നല്ല നല്ല പ്ലാന്റ്സ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക. DTDC വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുക. അതുപോലെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അതുപോലെ പേയ്മെൻറ്റ് ചെയ്ത ശേഷം പിൻകോഡും കോൺടാക്റ്റ് നമ്പറും ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് അയച്ചു തരിക. അഡ്രസ്സ് അയക്കുമ്പോൾ DTDC ഉള്ള പിൻകോഡ് തന്നെ തരാൻ ശ്രമിക്കുക. അതുപോലെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കിട്ടിയ ശേഷം പിന്നീടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ചില പ്ലാൻസൊക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പ്ലാൻസ് അയച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയക്കാറുണ്ട്. അങ്ങനെ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ട്രാക്ക് ചെയ്ത് പ്ലാൻസ് വേഗം തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. കേരളത്തിനകത്ത് മാക്സിമം 2 ദിവസം അതിനുള്ളിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും പ്ലാൻസ് എത്തും. അങ്ങനെ നിങ്ങൾക്ക് പ്ലാൻസ് പെട്ടെന്ന് തന്നെ കിട്ടിയില്ല എങ്കിൽ അധിക ദിവസം വെയിറ്റ് ചെയ്യാതെ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് തോൺലെസ് യൂഫോർബിയ ആണ്. ഈ ഒരു യൂഫോർബിയ പ്ലാന്റിൻ്റെ പ്രത്യേകത ഒരുപാട് പൂക്കൾ, കുഞ്ഞു കുഞ്ഞു പൂക്കൾ നിറയെ ഉണ്ടാവും. അതുപോലെ തന്നെ മുള്ളധികം ഇല്ലാത്ത വെറൈറ്റിയാണ്. നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് തോൺലെസ് യൂഫോർബിയ. നമ്മൾ കുറേ പേർക്ക് ഈ ഒരു പ്ലാന്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് മുൻപ്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. പൂക്കളൊക്കെ ആയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുക. ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്കറ്റ് ആണ്. നല്ല ഭംഗിയിൽ നിറയെ പൂക്കൾ തരുന്ന, നല്ല വെള്ള നിറത്തിലുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ആർച്ചിലൊക്കെ നല്ല ഭംഗിയായിട്ട് വളർത്താൻ കഴിയും. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് ഇഷ്ടപ്പെടാത്ത അധികം ആരും ഉണ്ടാവില്ല. അത്രയും ഭംഗിയുള്ള പൂക്കളാണ് ബ്രൈഡലിൻ്റെ പൂക്കൾ. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റാണ് നമുക്ക് അടുത്തത് സെയിലിനായിട്ടുള്ളത്. ഇതുപോലെ പൂക്കളും മുട്ടുകളും ഒക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുക. ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് മെക്സിക്കൻ ഫ്ലെയിം ആണ്. ഇതും നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് ഓറഞ്ച് നിറത്തിൽ ഇതുപോലെ പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് മെക്സിക്കൻ ഫ്ലെയിം. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ്. അടുത്ത ഒരു പ്ലാന്റ് വരുന്നത് ജെട്രോഫ പ്ലാന്റ് ആണ്. ജെട്രോഫയുടെ വേരിഗേറ്റഡ് ആണ് നമുക്ക് സെയിലിനുള്ളത്. വേരിഗേറ്റഡിലും നോർമലിലും ഈ കാണുന്ന ടൈപ്പ് ഫ്ലവറാണ് ഉണ്ടാവുക. ലീഫിലാണ് വേരിഗേഷൻ വരുന്ന, ഒരു യെല്ലോ കളറിൽ വേരിഗേഷൻ വരുന്ന പ്ലാന്റ് ആണ്. ഇത് നമുക്ക് പോട്ടിൽ നടാം, അതല്ലെങ്കിൽ നിലത്ത് നട്ട് കൊടുക്കാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. പോട്ടിൽ നട്ടാലും കട്ട് ചെയ്ത് നിർത്താം. നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ്. ഒരുപാട് ബട്ടർഫ്ലൈസിനെയൊക്കെ ആകർഷിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ജെട്രോഫ. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് വരുന്നത് ഫിറ്റോണിയ പ്ലാന്റ് ആണ്. നേർവ് പ്ലാന്റ് എന്നും പറയാറുണ്ട്. ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ കാണുന്നതായിരിക്കും പ്ലാന്റ് സൈസ് വരിക. ഇതിന് 25 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഒരു പൈപ്പർ വെറൈറ്റി ആണ്. നല്ല സിൽവർ കളറും അതുപോലെ ഒരു പിങ്ക് കൂടൊക്കെ ചേർന്ന് ലീഫിൽ വരുന്ന നല്ലൊരു ഭംഗിയുള്ള പൈപ്പർ വെറൈറ്റിയാണിത്. നമുക്കിത് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ശ്രീലങ്കൻ ജാസ്മിൻ ആണ്. ശ്രീലങ്കൻ ജാസ്മിൻ ഒരുപാട് പേർക്ക് നമ്മൾ ഇതിനോടകം അയച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. നിറയെ പൂക്കൾ തരും. എല്ലാ സമയത്തും സീസൺ ഇല്ലാതെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ശ്രീലങ്കൻ ജാസ്മിൻ. ഈ കാണുന്നതൊക്കെയുമാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒരു കെയറിൻ്റെ ആവശ്യമില്ലാത്ത നല്ലൊരു പ്ലാന്റ് ആണ്. നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ശ്രീലങ്കൻ മുല്ല. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഈ കാണുന്ന സൈസാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. ഇനി നമുക്ക് സെയിലിനുള്ളത് ഗാർലിക് വൈൻ്റെ തൈകളാണ്. നല്ല വെളുത്തുള്ളിയുടെ സ്മെല്ലുള്ള ലീഫാണ് വരിക. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നമുക്ക് പടർത്തി വിട്ട് നല്ല ഭംഗിക്ക് വളർത്താൻ കഴിയും. നിറയെ പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണിത്.
അടുത്ത പ്ലാന്റ് വരുന്നത് ചൈനീസ് പെർഫ്യൂം പ്ലാന്റ് ആണ്. പേര് പോലെ തന്നെ അസാധ്യ സുഗന്ധമുള്ള പൂക്കളാണ്. ഈ കാണുന്നതാണ് പൂക്കൾ. നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്. സീസണൽ പ്ലാന്റ് ആണ്. സീസണിൽ ഇതുപോലെ നിറയെ പൂക്കൾ നമുക്ക് കാണാൻ കഴിയും. കാണാനും അതുപോലെ തന്നെ നല്ല സ്മെല്ലുമാണ്. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനുള്ളത്. 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് വേരിഗേറ്റഡ് സ്പൈഡർ ഗ്രാസ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 10 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ഗാൽപീമിയ ആണ്. ഈ കാണുന്ന പോലെ ചെറിയ പ്ലാന്റ്സിൽ വരെയും നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഗാൽപീമിയ. നല്ല ഗോൾഡൻ യെല്ലോ കളറാണ് പൂക്കൾക്ക് വരിക. ഇതും സീസണൽ അല്ല, എല്ലാ സമയത്തും നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ കാണുന്നത് തന്നെയാണ് പ്ലാന്റ് സൈസ് വരിക. ഗാൽപീമിയയുടെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു വൈറ്റ് കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് തുംബർജിയ ഫാമിലിയിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ്. കൃത്യമായിട്ടുള്ള പേര് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ കാണുന്ന പോലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുക. അധികം പ്ലാന്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ വയലറ്റ് കളറ് സാധാരണ നമ്മൾ കോമൺ ആയിട്ട് കാണാറുള്ളതാണ്. വൈറ്റ് ഇത്രയും കോമൺ അല്ല. ഇതിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് ഗ്രീൻ കളറിൽ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് നമ്മൾ കുറേ പേർക്ക് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയിൽ ലീഫ് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് ഒരുപാട് ഷെയ്ഡല്ല, അല്പം സൺലൈറ്റ് കിട്ടുന്ന ഏരിയ തന്നെയാണ് വേണ്ടത്. ഒരുപാട് ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ ലീഫിന് ആ ഒരു ഭംഗി കിട്ടാതെ വരും. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. 100 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് ടെക്കോമ വെറൈറ്റീസ് ആണ്. ടെക്കോമയുടെ ആദ്യത്തെ പ്ലാന്റ് വരിക ഈ കാണുന്ന നല്ല പ്യുവർ യെല്ലോ കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. അതുകൊണ്ട് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്നതല്ല. നമുക്കിത് പോട്ടിലോ അതല്ലെങ്കിൽ നിലത്തോ നട്ട് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒരു വെറൈറ്റി വരിക ഈ കാണുന്ന ഡബിൾ കളറിൽ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ്. യെല്ലോയും അതുപോലെ തന്നെ ഒരു റെഡ് കളറും കൂടെ ഒക്കെ ചേർന്ന് പൂക്കളിൽ വരുന്ന ഒരു വെറൈറ്റി. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. മൂന്നാമത്തെ വെറൈറ്റി ഈ ടൈപ്പ് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഒരു സാൻഡൽ കളർ എന്ന് പറയാം പൂക്കൾക്ക് വരിക. ഇതിൻ്റെ ഡാർക്ക് ഓറഞ്ചും നമ്മൾ മുൻപ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്ലാന്റിൻ്റെ അത്യാവശ്യം നല്ല സൈസുള്ള നല്ല ഹൈറ്റിലുള്ള പ്ലാന്റാണ് നമുക്ക് സെയിലിനുള്ളത്. അധികം പ്ലാന്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ ടെക്കോമ പ്ലാന്റ്സിനെല്ലാം തന്നെയും 80 രൂപ വീതമാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് പ്ലംബാഗോയാണ്. നമ്മുടെ നീലക്കൊടുവേലി നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. മെഡിസിനൽ പ്ലാന്റ് ആയിട്ട് മാത്രമല്ല നല്ലൊരു പൂച്ചെടിയായിട്ട് നമുക്ക് വളർത്താം. കാരണം നല്ല ഭംഗിക്ക് നല്ല കളറിലുള്ള പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. പൂക്കുന്ന സമയത്ത് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് നമുക്ക് സെയിലിനുള്ളത്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് റംഗൂൺ ക്രീപ്പറിൻ്റെ ഈ ഒരു നാടൻ വെറൈറ്റിയാണ്. ഹൈബ്രിഡ് വെറൈറ്റി അപേക്ഷിച്ച് നാടന് പൂക്കൾക്കല്പം കളറ് കുറവായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് റംഗൂൺ ക്രീപ്പർ. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത്. ഇതിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്. അടുത്ത പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളത് കാറ്റ്സ് ക്ലോയുടെ തൈകളാണ്. നല്ല ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കാറ്റ്സ് ക്ലോ. ഇതിൻ്റെ പൂക്കൾ ഒട്ടുമിക്കവരും കണ്ടിട്ടുണ്ടാവും. നല്ല ഡാർക്ക് യെല്ലോ കളറിൽ നല്ല ഭംഗിക്ക് നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്. നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണിത്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് നിയോൺ പോത്തോസ് ആണ്. പോത്തോസ് വെറൈറ്റിയിൽ തന്നെ നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ് വരിക. അടുത്ത ഒരു പ്ലാന്റ് വരുന്നത് ഈ കാണുന്ന ഡാർക്ക് പിങ്ക് കളറിൽ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതൊരു സാൽവിയ വെറൈറ്റിയിൽ വരുന്ന പ്ലാന്റ് ആണ്. കൃത്യമായിട്ടുള്ള പേര് എനിക്കറിയില്ല.
അപ്പോൾ ഈ കാണുന്ന പോലെ നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണിത്. ഇതിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനുള്ളത്. ഈ ഒരു പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ തൈകളാണ്. നല്ല റെഡ് കളറിൽ ഇതുപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്. നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റിയാണ്. അപ്പോൾ ഇതിന് മുൻപ് സെയിലിന് കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. കുറേ പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും നമുക്ക് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് ചെയ്യുക. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിന് 40 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് ചെയ്യുക. ഇത് കൂടാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യുക. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങുന്ന കുറച്ച് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ കമൻസൊക്കെ കാണാറുണ്ട്. അപ്പോൾ വാങ്ങുന്ന എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.